ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ജാനകി അമ്മ ചന്ദ്രികയോട് പറയാണ്, നല്ലവള് ചമഞ്ഞി പഞ്ചസാര വർത്തമാനം പറഞ്ഞ് കളിക്കുന്നത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? നിന്റെ മനസ്സ് മുഴുവൻ വിഷാടി. എങ്ങനെയെങ്കിലും പണക്കാരുടെ വീട്ടിലെ പയ്യനെ വളച്ചെടുത്താൽ. ഇതൊക്കെ കേട്ട് ചന്ദ്രിക വല്ലാതിരിക്കുകയാണ്. ജീവിതം സെറ്റിലാവെന്ന് വിചാരിച്ചു. അത് ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നടക്കില്ല. മേഡം, എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല. മേഡം തന്നെ ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടി പറയരുത്. മേഡം, എന്ത് കാരണം കൊണ്ടാണ് ഞാനാണ് ഈ വിവാഹം മുടക്കിയെന്ന് പറയുന്നത്? ഓ, സാക്ഷിയും തെളിവൊക്കെ ആയിട്ട് പറഞ്ഞാലേ തമ്പുരാട്ടി വിശ്വസിക്കുള്ളൂ. ഇന്നലെ നീ ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയോട് സംസാരിച്ചല്ലോ. അവളും നിന്നെ കെട്ടിപ്പിടിച്ച് കൈയൊക്കെ തന്നിട്ടല്ലേ പോയത്. അതെന്തായിരുന്നു? അതൊക്കെ കള്ളമാണെന്നോ പറയുന്നത്? അതൊക്കെ കേട്ട് ചന്ദ്രിക ഷോക്കടിച്ചതുപോലെയായി. അപ്പോൾ വീണ്ടും ജാനകി പറയാണ്, സിദ്ധാർത്ഥ് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ആ സന്ധ്യ അങ്ങനെ പോയത്? പിന്നെ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയാണ്, മേഡം, സത്യമായും ഞാൻ അവരോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീയൊക്കെ സത്യം കാലി ചവിട്ടി അരക്കുന്നവളാ. നിന്റെ കള്ളസത്യമൊന്നും വിശ്വസിക്കാൻ ഞാൻ വിഡ്ഢിയൊന്നുമല്ല. നിന്റെ മോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും, അപ്പം ഞാൻ വിശ്വസിക്കാം. ഒരു തെറ്റും ചെയ്യാത്ത മോളെ എന്തിനാ മേഡം ഈ പ്രശ്നങ്ങൾക്കുള്ളിൽ കൊണ്ടുവരുന്നത്? മേഡം പറയുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ജാനകി അമ്മയ്ക്ക് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയാണ്, എന്നെ നീ ന്യായം പഠിപ്പിക്കുകയാണോ? എന്താ ശരി എന്താ തെറ്റ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പം തന്നെ എൻ്റെ ചേട്ടനോടും ചേച്ചിയോടും ഈ കാര്യം പറഞ്ഞ് ഇവിടുന്ന് അടിച്ച് പുറത്താക്കാൻ എനിക്ക് പറ്റും. ഞാൻ എന്താ അത് ചെയ്യാത്തതെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാതെ നിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഒരുപാട് കാലം ഞാൻ ഇങ്ങനെ മൗനമായിരിക്കുമെന്ന് നീ വിചാരിക്കണ്ട. മര്യാദയ്ക്ക് നീ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു ദിവസം നിൻ്റെ കഴുത്തിന് പിടിച്ച് ഇവിടുന്ന് പുറത്താക്കും. നീയായിട്ട് പോയാൽ അത് നിനക്ക് നല്ലത്. അത്രയും പറഞ്ഞ് ജാനകി മേഡം അവിടെ നിന്നും പോയി. പിന്നെ പ്രിയയോട് മേഘ പറയാണ്, പ്രിയ, ഈ ഷൂ ഇട്ട് നീ വേഗം റെഡിയാവും. അമ്മ ഇപ്പം വരാം. അമ്മ ഇപ്പം വരാം കേട്ടോ. ശരി അമ്മേ. ലക്ഷ്മി അമ്മയും മഹേന്ദ്ര സാറും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവർ നോക്കുകയാണ്. ലക്ഷ്മി അമ്മ അവളെ തന്നെ നോക്കുകയാണ്, പ്രിയയെ തന്നെ. പ്രിയ പൊതി കഴിച്ച് ഷൂ എടുക്കുകയാണ്. അപ്പോഴേക്കും അവിടെ മലർ വന്നു. മലർ വന്നിട്ട് ഷൂ എടുത്തിട്ട് പറയാണ്, ഹായ്, പുതിയ ഷൂ ആണോ പ്രിയ? ആ അതെ. അതേ മലർ, അമ്മ എനിക്ക് വേണ്ടി വാങ്ങിത്തന്നതാ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല രസമുണ്ട് പ്രിയ. ആ ഷൂ കയ്യിലെടുത്തിട്ട് മലർ അപ്പുറം ഇപ്പുറം ഒക്കെ തിരിച്ചു മറിച്ചും നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മയും മഹേന്ദ്ര സാറും അത് തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. എനിക്കിത് നന്നായി ഇഷ്ടപ്പെട്ടു പ്രിയ. ഈ ഷൂ ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ. ഇട്ട് നോക്കൂ മലർ. മേഘ ഇറങ്ങി വരുമ്പോൾ മലർ ഷൂ ഇട്ട് നോക്കുന്നതാണ് കാണുന്നത്. മേഘ ദേഷ്യത്തോടെ വരികയാണ്. ഏയ്, എന്താ ചെയ്യുന്നത് മലർ? പ്രിയയ്ക്ക് വാങ്ങിയ ഷൂ നീ ഇടാൻ പാടില്ല. അതഴിക്ക്. അപ്പം തന്നെ മലർ അതഴിച്ചു. പ്രിയ, നീ അത് ഇട്, സമയമായി. അപ്പം തന്നെ വിഷമത്തോടെ നോക്കുകയാണ് മഹേന്ദ്ര സാറും ലക്ഷ്മിയും. അപ്പോൾ മേഘ വീണ്ടും പറയാണ്, നിന്നോട് ഇടാൻ പറഞ്ഞാൽ നീ അത് മലറിന് കൊടുക്കുകയാണ് വേണ്ടത്. വാ പ്രിയ, പോകാം. വായ് മലർ. വായ് പ്രിയ, വിഷമത്തോടെ പറയാണ് മലർ. മലർക്കുട്ടി എന്നിട്ട് പ്രിയയുടെ കാല് തന്നെ നോക്കുകയാണ്, ആ ചെരിപ്പിട്ട കാല്. പ്രിയ നടന്ന് പോകുമ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ വിഷമത്തോടെ നിൽക്കുന്ന മലറിനെയാണ് കാണുന്നത്. അപ്പോൾ മലറിൻ്റെ അടുത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും, അതായത് മഹേന്ദ്ര സാറും ലക്ഷ്മി അമ്മയും മെല്ലെ പോവാണ് വിഷമത്തോടെ. എന്നിട്ട് ചോദിക്കുകയാണ്, മലർ, നിനക്ക് പ്രിയയിട്ട ഷൂ ഇഷ്ടപ്പെട്ടോ? ആ അതേ മുത്തശ്ശ, എനിക്ക് ആ ഷൂ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കാണാനും നല്ല രസമുണ്ട്. പക്ഷേ ആ ഷൂ എനിക്കിടാൻ പറ്റത്തില്ല. കാര്യം അമ്മയോട് ചോദിച്ചാൽ എനിക്കത് വാങ്ങിത്തരുകയില്ല. പാവം, അമ്മയ്ക്കത് വാങ്ങാൻ അമ്മയുടെ കയ്യിൽ കാശില്ല. പിന്നെ അമ്മയ്ക്കത് എങ്ങനെ വാങ്ങിത്തരാൻ പറ്റും? ഇതൊക്കെ കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കി വിഷമിക്കുകയാണ്. മലർ, മുത്തശ്ശൻ ഈ ഷൂ മോൾക്ക് വാങ്ങിത്തരാം. അമ്മ വാങ്ങിത്തന്നിട്ടില്ലെങ്കിൽ എന്താ? മോൾക്ക് ഈ ഷൂ അല്ലേ വേണ്ടത്? നമുക്ക് കടയിലേക്ക് പോകാം. ഞാൻ ഇപ്പം തന്നെ വാങ്ങിത്തരാം. അപ്പോൾ ലക്ഷ്മി അമ്മയും അതിന് സപ്പോർട്ട് ചെയ്യാണ്. വേണ്ട മുത്തശ്ശ, അമ്മ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. മലർ, അമ്മയൊന്നും വഴക്ക് പറയില്ല. ഞാൻ അമ്മയോട് പറഞ്ഞോളാം, മുത്തശ്ശി പറയാം. അപ്പോൾ മഹേന്ദ്ര സാറും പറയാണ്,
വാ, ഇപ്പം തന്നെ പോയിട്ട് നിനക്ക് അതുപോലുള്ള ഷൂ വാങ്ങിത്തരാം. അല്ലാർ, നിനക്ക് അമ്മ വാങ്ങിത്തന്നില്ല എന്ന് പറഞ്ഞ് നീ വിഷമിക്കാൻ പാടില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും നീ മുത്തശ്ശനോട് ചോദിക്ക്. മുത്തശ്ശൻ നിനക്ക് എല്ലാം വാങ്ങിത്തരും. ആ, നമുക്ക് കടയിൽ പോയി ഷൂ വാങ്ങിച്ചിട്ട് വരാം. ആ, ഞാൻ ഷൂ വാങ്ങിത്തരാം മോളെ. മോള് അമ്മയെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ അമ്മയോട് പറഞ്ഞോളാം. നമുക്ക് പോകാം, നടക്ക്. മുത്തശ്ശനും മുത്തശ്ശിയും മലറിനെയും കൂട്ടിയിട്ട് ഷൂ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വണ്ടിയിൽ വെച്ച് മുത്തശ്ശൻ ചോദിക്കുകയാണ്, പുതിയ ഷൂ വാങ്ങിക്കാൻ വേണ്ടി പോവുമല്ലേ മോള്? ആ, അടിപൊളി. അപ്പോൾ ലക്ഷ്മി അമ്മയും പറയാണ്, മോൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങിച്ചോ. പിന്നെ കാണിക്കുന്നത് പ്രിയയും മേഘയുമാണ്. മേഘയും പ്രിയയും വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് മേഘ പറയാണ്, ഇങ്ങിതാ പ്രിയ, ഞാൻ കൊണ്ടുപോകാം. ഇതാ അമ്മേ എന്ന് പറഞ്ഞ് രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് പോവാണ്. ആ വരൂ. ആരുടെ പേരിലാണ്? അർച്ചന. പേര് പ്രിയ, ഒരു പുഷ്പാഞ്ജലി എന്ന് പറയാണ്. സോറി, പുഷ്പാർച്ചന, ആയില്യം നക്ഷത്രം എന്നൊക്കെ മേഘ പറയാണ്. തൊഴുത് പ്രാർത്ഥിച്ചോളും മോളെ. അവിടുത്തെ പ്രാർത്ഥനയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മേഘ പ്രിയയോട് പറയാണ്, വാ നമുക്ക് ക്ഷേത്രം വലയം വെച്ചിട്ട് വരാം. അമ്മേ, എനിക്ക് കാല് വേദനിക്കുന്ന അമ്മേ. ശരി, എന്നാൽ നീ ഇവിടെ ഇരുന്നോ, ഞാനേ ക്ഷേത്രം വലയം വെച്ചിട്ട് വരാം. ശരി അമ്മേ. ആ, ഇരിക്ക്. ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ. ശരി അമ്മേ. അപ്പോഴാണ് അവിടെ മനീഷ് വരുന്നത് ക്ഷേത്രത്തിൽ. അപ്പോൾ മനീഷ് നടന്നു വരുന്ന സമയത്താണ് പ്രിയയെ കാണുന്നത്. അപ്പോൾ മനീഷ് ചിന്തിക്കുകയാണ്, ഇത് പ്രിയയല്ലേ, ഇവിടെ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? അപ്പം എന്തായാലും മേഘയും വന്ന് കാണും. മനീഷ് അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കി, അപ്പോൾ മേഘയെ കാണുന്നില്ല. എന്നിട്ട് മനീഷ് വിചാരിക്കുകയാണ്, മേഘയെ കാണുന്നില്ലല്ലോ, പ്രിയയോട് എന്തിനെ ചോദിക്കാം. മനീഷ് പ്രിയയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ഹായ് പ്രിയ. പ്രിയ ചോദിക്കുകയാണ്, നിങ്ങളാരാ? എൻ്റെ പേരെങ്ങനെയാണ് നിങ്ങൾക്കറിയാം? മോളുടെ അമ്മയുടെ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അമ്മ മോളെ പറ്റി പറഞ്ഞിരുന്നു. മോളെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? അതേ, മോളെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? അമ്മ എവിടെ പോയി? അമ്മ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. അങ്ങനെയാണോ? ശരി 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 എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് ഇരിക്കുകയാണ്. നീ ചോക്ലേറ്റ്സ് കഴിക്കുന്നോ? എന്താ? ഇല്ല, വേണ്ട. കുഴപ്പമില്ല, മോള് വാങ്ങിച്ചോ, മോളുടെ അമ്മ ഒന്നും പറയില്ല. പ്രിയക്കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 2nd സ്റ്റാൻഡേർഡ്. പിന്നെ അവൻ ഓരോന്നോരോന്നായി ചോദിക്കുകയാണ് പ്രിയയോട്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? മോളുടെ അച്ഛൻ്റെ പേരെന്താ? അച്ഛൻ്റെ പേര് ചോദിച്ചപ്പോൾ അവൾ മൗനം പാലിച്ചു. അപ്പോൾ മനീഷ് വീണ്ടും ചോദിക്കുകയാണ്, മോളുടെ അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നേ? എന്താ മോളെ ആലോചിക്കുന്നേ? മോളുടെ അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് മറന്നുപോയോ? അപ്പോഴേക്കും മേഘ അതുവഴി വരികയായിരുന്നു. അപ്പോൾ മേഘ കാണുകയാണ് മനീഷിനെയും പ്രിയയെയും. അപ്പോൾ മേഘ പെട്ടെന്ന് ഞെട്ടുകയാണ്. അപ്പോൾ മനീഷ് പറയാണ് പ്രിയയോട്, ശരി, കുഴപ്പമില്ല, മോളുടെ അച്ഛൻ്റെ പേരെങ്കിലും പറ. അപ്പോഴേക്കും മേഘ, പ്രിയ, അമ്മേ അമ്മേ എന്ന് വിളിച്ച് പ്രിയ അപ്പോഴേക്കും പോയി. അപ്പോൾ മനീഷ് മേഘയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, ഹായ് മേഘ, ഇവിടെ നിങ്ങളെ കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മേഘ പിന്നെ ഒന്നും സംസാരിച്ചില്ല. എന്നിട്ട് പറയാണ്, പ്രിയ, വീട്ടിൽ പോകാം. ആ, പോകാം അമ്മേ. ശരി, നീ പോയി കാറിലിരിക്ക്, അമ്മ ഇപ്പോൾ വരാം. ശരി അമ്മേ. ബായ്. ബായ് അങ്കിൾ. മേഘ പിന്നെ മനീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ മനീഷ് പറയാണ്, വെരി സ്മാർട്ട്, നിന്നെപ്പോലെ തന്നെയുണ്ട്, ഭാവിയിൽ ഒരു മിടുക്കിയായിട്ട് തന്നെ വരും. ഞാൻ വരുന്നതിന് മുമ്പ് പ്രിയയോട് നീ എന്താ ചോദിച്ചത്? പ്രിയയുടെ അച്ഛൻ്റെ പേരും അച്ഛൻ എന്താണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാ നമ്മുടെ എല്ലാ പാസ്റ്റും മറന്നെന്ന്. മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു എന്നും പറഞ്ഞു. പക്ഷേ നീ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കണമെന്ന് തോന്നുന്നത്. ദയവ് ചെയ്ത് എൻ്റെ ഫാമിലിയെക്കുറിച്ചും എൻ്റെ ഹസ്ബൻഡിനെക്കുറിച്ചും ഒക്കെ നീ അറിയണം എന്ന് വിചാരിക്കരുത്. ഇനി ഒരിക്കൽ കൂടി പ്രിയയോട് നിൻ്റെ അച്ഛൻ്റെ പേരെന്താ, അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ കരുതണ്ട. അത്രയും പറഞ്ഞ് മേഘ ദേഷ്യത്തോടു കൂടി പോവാണ്. അപ്പം മനീഷ് ചിന്തിക്കുകയാണ്, പ്രിയയുടെ അച്ഛൻ്റെ പേരെ ഞാൻ ചോദിച്ചുള്ളൂ, ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ, അതിനിപ്പോൾ എന്താ? അതിനെന്തിനാണ് മേഘ ഇത്രയും ദേഷ്യപ്പെടുന്നത്? പിന്നെ ഒരു ചെരുപ്പിൻ്റെ ഷോപ്പ് കണ്ട് അവിടെ വണ്ടി നിർത്തുകയാണ്. മഹേന്ദ്രൻ സാറും ലക്ഷ്മി അമ്മയും മലരും അതിൽ നിന്നും ഇറങ്ങുകയാണ്. അപ്പോഴേക്കും മഹേഷ് അവിടെയുണ്ട്. മഹേഷ് അവിടെ നിന്നും നോക്കുകയാണ് അവർ ഇറങ്ങുന്നതും വരുന്നതൊക്കെ. മലറിനെ മുത്തശ്ശനും മുത്തശ്ശിയും നല്ല കരുതലോട് കൂടിയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കടയിലേക്ക് കയറുകയാണ്. അപ്പോൾ മഹേഷ് ചിന്തിക്കുകയാണ്, ഇതെന്താ ഇവർ മലറിനെയും കൊണ്ട് വന്നിരിക്കുന്നത്? ചന്ദ്രികയെ കാണുന്നില്ലല്ലോ. അവർ കടയിലേക്ക് കയറിപ്പോയി. അപ്പോൾ മഹേഷ്, ശരി ശരി അളിയാ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവനും ഇറങ്ങുകയാണ്. സാർ വരൂ സാർ, ആർക്കാ ചെരുപ്പ് നോക്കേണ്ടത്? മോൾക്കൊരു ഷൂ വേണം.
ഷൂ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് അവർ പറയാണ്, സാർ മോളെ ഇവിടെ ഇരുത്തിക്കോ. ചെരുപ്പെടുക്കാൻ വേണ്ടി ആ കടക്കാരൻ കാലിൻ്റെ അളവൊക്കെ എടുക്കുകയാണ്. അപ്പോഴേക്കും മഹേഷ് അവിടേക്ക് എത്തുകയാണ്. മലർ, മോൾക്ക് എങ്ങനെയുള്ള ഷൂ ആണ് വേണ്ടത്? എനിക്ക് നല്ല തിളക്കമുള്ള ഷൂ വേണം. മോൾക്ക് ഏത് മോഡൽ ഷൂ ആണ് വേണ്ടത്? വില എത്രയായാലും സാറില്ല, നല്ല ബ്രാൻഡഡ് ഷൂ വേണം എടുക്കാൻ. ശരി സാർ, ഇപ്പോൾ കൊണ്ടുവരാം. ശരി. ഷൂവിൻ്റെ ട്രാക്കിലുള്ള ഷൂസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ലക്ഷ്മി അമ്മ പറയാണ് മലറിനോട്, ഇതിലേതെങ്കിലും മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കും മലർ. ഇല്ല മുത്തശ്ശി, ഇതെനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. മുത്തശ്ശൻ, മലർ നീ നന്നായി നോക്ക്, നിനക്ക് ഏതാണോ ഇഷ്ടം അത് വാങ്ങിച്ചോളൂ. മഹേഷ് കടയിൽ നിന്ന് തന്നെ ചുറ്റിത്തിരിഞ്ഞ് ഇവരെ തന്നെ ശ്രദ്ധിക്കുകയാണ്. മുത്തശ്ശി ഒരു ഷൂ കൊടുത്തിട്ട് പറയാണ്, മലർ മോൾക്കിത് ഇഷ്ടപ്പെട്ടോ നോക്ക്. ഇല്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല മുത്തശ്ശി. ശരി, വേറെ നോക്കാം. വേറെ എന്തെങ്കിലും കാണിക്കാൻ പറയും മുത്തശ്ശി. വേറെ നോക്ക്, ഇത് ട്രൈ ചെയ്ത് നോക്ക്. മലർ, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഓരോരോ ഷൂ എടുക്കുന്ന, പക്ഷേ മലറിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ശരി മലർ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഇവിടെ ഒരുപാട് ഷൂ ഉണ്ട്, നിനക്ക് ഏതാണോ ഇഷ്ടം അത് ഇട്ട് നോക്കിയിട്ട് അത് വാങ്ങിച്ചോളൂ. ശരി മുത്തശ്ശ. അപ്പോൾ ഇതൊക്കെ മഹേഷ് കാണുന്നുണ്ട്. അതെ, ഏതൊക്കെ മോഡലുണ്ടോ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് കാണിക്കാം. ഇപ്പോൾ കൊണ്ടുവന്ന് കാണിക്കാം സാർ. മലറിൻ്റെ സന്തോഷം കണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് ഒന്നും കാണുന്നില്ല മുത്തശ്ശ. ഓ അങ്ങനെയാണോ? മലറിന് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇവളിന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും രാത്രിയാവുന്ന തോന്നുന്നത്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, അല്ല രാത്രിയല്ല, നാളെ രാവിലെ ആയാലും ഒരു കുഴപ്പമില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ഷൂ എടുത്തോട്ടെ. മലർക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഷൂ വാങ്ങിച്ചിട്ടേ പോകുന്നുള്ളൂ. അവസാനം ഒരു ഷൂ ഇട്ടിട്ട് അവൾ നടന്നു നോക്കുകയാണ്. മലർ ആ ഷൂ ഇട്ട് നടന്നു നോക്കുകയാണ്. അപ്പോൾ മഹേഷും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയമ്മയ്ക്കും നല്ല സന്തോഷം തോന്നി അവൾ ഇട്ട് നടക്കുന്നത് കണ്ടിട്ട്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, ഓക്കെ എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോഴാണ് വന്നിട്ട് മഹേഷ് കൈപിടിക്കുന്നത്. മലർ വാ പോവാം. അവനെ കണ്ട് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയമ്മയും ഞെട്ടുകയാണ്. എൻ്റെ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത്? വേഗം പോകുന്നതാണ് നിനക്ക് നല്ലത്. എന്നോട് പോകാൻ പറയാൻ നിങ്ങളാരാ? ഞാനിവളുടെ മുത്തശ്ശൻ. നിങ്ങളും ആരാണ് എൻ്റെ മോളുടെ മുത്തശ്ശനാണെന്ന് പറയാൻ? മര്യാദയ്ക്ക് സംസാരിക്കേ, മുത്തശ്ശി പറയാ. അപ്പോൾ മഹേഷ് പറയാണ്, നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നപ്പോൾ ആ സമയത്താണ് ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കേണ്ടതായിട്ടുള്ളൂ. എന്ന് നിങ്ങൾ എന്നെ ആ വീട്ടിൽ നിന്നും പുറത്താക്കിയോ? ഇതിനുശേഷം ഞാൻ നിങ്ങളെ എന്തിനു ബഹുമാനിക്കണം? അപ്പോഴേക്കും മഹേന്ദ്രൻ സാറിൻ്റെ അടി മഹേഷിൻ്റെ കവിളിൽ വീണിരുന്നു. എന്താടാ പറഞ്ഞത്? ഇനി അടുത്ത ഭാഗം നമുക്ക് നാളെ കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എൻ്റെ ഈ ചാനൽ, ഈ വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നാളെ പുതിയ വിശേഷമായിട്ട് വരാം. അതുവരേക്കും സീ യു ഓൾ.